കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ വിശ്വാസത്തിലെ ജലസ്നാനം, ഈ ഒരു വിഷയം ഒരു പഠന പരമ്പരയായിട്ട് ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. 14 എപ്പിസോഡുകൾ പല സ്നാനങ്ങളോടുള്ള ബന്ധത്തിൽ ചെയ്യുവാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കി. എന്നാൽ ആ വിഷയത്തിന്റെ ആ പഠനം ഒന്ന് പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ബൈബിളിന്റെ അവസാന ഭാഗങ്ങളിൽ കാണുന്ന ഹീബ്രു എപ്പിസ്റ്റൽസ് അല്ലെന്നുണ്ടെങ്കിൽ 12 അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ട ലേഖനങ്ങൾ, ജനറൽ എപ്പിസ്റ്റൽസ് എന്നും ഹീബ്രു എപ്പിസ്റ്റൽസ് എന്നും അതിന് പറയും. ആ ലേഖനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്നാനങ്ങളുണ്ട്. ആ വിഷയം കൂടെ ഒന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ, 15ാമത്തെ ഒരു എപ്പിസോഡായിട്ട് ആ വിഷയം കൂടെ ചിന്തിച്ചു കഴിയുമ്പോൾ ഈ ഒരു വിഷയത്തെ ഒന്ന് നമുക്ക് ഒരു നല്ല രീതിയിൽ ചിന്തിച്ച് പഠിച്ച് കവർ ചെയ്യുവാനായിട്ട് ഇടയാകുന്നു. അതുകൊണ്ട് ആ ഒരു വിഷയം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചതിന് ശേഷം ഈ ഒരു പ്ലേലിസ്റ്റ് ബാപ്റ്റിസം, വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് വീഡിയോസ്, ഇതിനെ തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇനി ഇതിന് ഒരു സോഫ്റ്റ് ഹോൾഡാണ്. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും രീതിയിൽ സംശയങ്ങളോ അതിനെ കൂടുതലായിട്ട് അറിയണമെന്നോ അല്ലെ അതിനെ ചലഞ്ച് ചെയ്യണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയം ഓരോന്നായിട്ട് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് വീണ്ടും അതിനെ ചിന്തിക്കുവാനുള്ള സാവകാശമുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 12 അപ്പോസ്തലന്മാരാൽ പ്രതിപാദിക്കപ്പെട്ട ഹീബ്രു എപ്പിസ്റ്റൽസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ സ്നാനം എന്നുള്ളൊരു വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇന്ന് ജലസ്നാനം എന്നൊരു ഉപദേശം ക്രിസ്തീയ സമൂഹം അപ്പാടെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിനെ ആധികാരികമായിട്ട് അറിയാതെ പോയി, അല്ലെങ്കിൽ ആത്മീക അന്ധത എന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ചില എപ്പിസോഡുകൾ, നമ്മുടെ ബൈബിൾ ക്ലാസ്സുകൾ ഒരു 4 എപ്പിസോഡുകൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതായത് ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ്? ശരിക്കും ക്രിസ്ത്യാനി തന്നെയാണോ? സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ഇൻ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തീയ വിശ്വാസത്തിലെ ആത്മീക അന്ധത, ഈ വിഷയങ്ങളെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചില ബൈബിൾ ക്ലാസ്സുകളായിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് ഈ ജലസ്നാനം എന്നൊരു വിഷയം നമ്മൾ അപ്പാടെ അങ്ങ് സ്വീകരിക്കുവാൻ, ക്രിസ്ത്യാനി അതിന് അഡിക്റ്റ് ആയി പോകുവാനായിട്ട് കാരണം ആത്മീക അന്ധതയാണ്. അവരുടെ ന്യായം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കർത്താവ് പഠിപ്പിച്ചല്ലോ, അത് 12 അപ്പോസ്തലന്മാര് ശുശ്രൂഷിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് കൽപ്പനയായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് ന്യായമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ വാദിക്കാം. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം, കർത്താവ് പഠിപ്പിച്ചത് ആരെയാണ്? 12 ശിഷ്യന്മാർ അത് പ്രാക്ടീസ് ചെയ്തത് ആരുടെ ഇടയിലാണ്? ഇത് മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് ചിന്തിക്കാനോ താല്പര്യമേ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സമൂഹവും അവരുടെ ഒരു പാർട്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയാണ് ക്രിസ്ത്യാനിക്ക്. അതായത് നമ്മൾ ആത്മീക ഇസ്രായേൽ ആണ് എന്ന് നമ്മൾ അങ്ങ് വരുത്തി തീർത്തിരിക്കുക. കൂടാതെ നാം ആ വാഗ്ദത്ത ദേശത്തെ നോക്കി ഓടിക്കൊണ്ടിരിക്കുന്നു. വാഗ്ദത്ത കനാനിൽ എത്തിച്ചേരുവാനായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പുത്തനാം യെരൂശലേമിൽ എത്തിച്ചേരുന്ന കാലത്തെ നമ്മൾ കാത്തിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു ആത്മീക ഇസ്രായേലായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള ഈ വിഷയങ്ങളൊക്കെ സാത്താൻ സമർത്ഥമായിട്ട് വിതച്ച ഒരു കളയുടെ പ്രൊഡക്റ്റാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ വളർന്ന് തഴച്ചു നിൽക്കുന്ന ആ ഒരു കളയാണ്. ഈ സത്യം മനസ്സിലാക്കാതെ നമ്മളെ ഒരു റീപ്ലേസ്മെന്റ് തിയോളജി അല്ലെങ്കിൽ ആ ഒരു ഉപദേശത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ എന്തോ ഇസ്രായേലിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നുവെന്നും നമ്മളെ അടക്കാനാവാത്ത അവരുമായിട്ടുള്ളൊരു അഭിനിവേശത്തിൽ നമ്മളെ ആക്കി തീർത്തിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആത്മീക അന്ധതയുടെ ഭാഗമാണ്. ഇന്ന് ജലസ്നാനം ക്രിസ്തീയ വിശ്വാസത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് ഉൾക്കൊള്ളാനേ കഴിയത്തില്ല. ബൈബിളിനെ കുറിച്ചുള്ള അടിസ്ഥാന അറിവില്ലായ്മയും ആത്മീക അന്ധതയും. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? സങ്കീർത്തനം 11 അതിന്റെ 3ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, റൈറ്റ് ഡിവിഷൻ, അതായത് ബൈബിളിനെ യഥാർത്ഥമായിട്ട് വിഭജിച്ച് പഠിക്കേണ്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകാതെ പോയതിലെ, റൈറ്റ് ഡിവിഷൻ അറിയാതെ പോയതിലും, പാരമ്പര്യ സമ്പ്രദായങ്ങളുടെ തള്ളിക്കയറ്റത്താലും വന്നുപോയ ഒരു തെറ്റായ പ്രാക്ടീസാണ് ഈ ജലസ്നാനം എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഒരാൾക്ക് കേൾക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളുവാനേ കഴിയത്തില്ല. സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് പറയും, കർത്താവ് ഇവിടെ സ്നാനം സ്വീകരിച്ചത് താങ്കൾ കണ്ടില്ലേ? 12 അപ്പോസ്തലന്മാര് സ്നാനം സ്വീകരിച്ചത് താങ്കൾക്ക് അറിയത്തില്ലേ? അവർക്ക് കർത്താവ് ഗ്രേറ്റ് കമ്മീഷനായിട്ട് ഈ വിഷയത്തെ കൊടുത്തത് താങ്കൾക്ക് അറിയത്തില്ലേ?
താങ്കൾ ഇതൊന്നും കണ്ടിട്ടില്ലേ, താങ്കളുടെ ബൈബിൾ ഇതൊന്നും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ നമ്മളോട് വളരെ ദേഷ്യത്തോട് ചോദിക്കുന്നത് ഞാൻ പലരെയും ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, താങ്കള് ഇമോഷണൽ ആയിട്ടോ കുറച്ച് ദേഷ്യം കാണിച്ചിട്ടോ ഒന്നും ഇതിലൊരു കഥയില്ല. പ്ലീസ് ഹോൾഡ് യുവർ ഹോഴ്സ്. ഇവിടെ കാര്യങ്ങളെ നമ്മൾ സമാധാനമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഇമോഷൻ ഇറക്കിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യത്തിലെ ആ ഒരു മസിൽ പിടുത്തമൊക്കെ ചെയ്തിട്ടോ ഒന്നും ഒരു കഥയില്ല. മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിലേക്ക് പോയി ചേരും. അതുകൊണ്ട് ഇതിനെ വാസ്തവമായിട്ടൊന്നും മനസ്സിലാക്കുവാൻ ഞാൻ നിങ്ങളോട് വളരെ വിനീതമായിട്ട് കർത്താവിൽ അപേക്ഷിക്കുക. ഇവിടെ 15ാമത്തെ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്, ഇതിനു മുമ്പ് ഈ താങ്കൾ പറയുന്ന ഈ എല്ലാ വിഷയങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിലുണ്ടായിരുന്ന സ്നാനം എന്താണ്, യോഹന്നാൻ സ്നാപകന്റെ സ്നാനം എന്താണ്, കർത്താവ് യേശു ക്രിസ്തു സ്വീകരിച്ച സ്നാനം, 12 അപ്പോസ്തലന്മാർ സ്വീകരിച്ച സ്നാനം, കർത്താവ് അലംഘനീയമായ കൽപ്പനയായിട്ട് അവർക്ക് കൊടുത്ത സ്നാനം, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഷണ്ണന്റെ സ്നാനം, ലിഡിയയുടെ സ്നാനം, അപ്പോസ്തല പ്രവൃത്തികൾ 19 സ്നാനം, 18 കൊരിന്തിലെ സ്നാനം, ഇതെല്ലാത്തിന്റെ ഡീറ്റെയിൽ 14 എപ്പിസോഡുകൾ താങ്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലും പിക്ചറുകൾ കാണിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. നമ്മുടെ ഇമോഷനും നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷനായിട്ട് ഒരു കാര്യവുമില്ല. 10,000-2000 വർഷമായിട്ട് ക്രിസ്ത്യാനി തെറ്റിത്തിരിഞ്ഞു പോയിരിക്കുക. അതിന്റെ ഫലം, അതിന്റെ പ്രൊഡക്റ്റുമായി നീ കാണുന്നത്. അതുകൊണ്ട് ശാന്തമായിട്ട് ഈ പറയുന്നത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ താങ്കൾക്ക് നിത്യജീവൻ ലഭിക്കാനുള്ള മാർഗമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സുണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ താങ്കളുടെ പാരമ്പര്യത്തിൽ താങ്കൾക്ക് നിൽക്കാം. ഇവിടെ ആരെയും നിർബന്ധിച്ചതിലേക്ക് കൊണ്ടുവരുമല്ല. ദൈവവചനം വളരെ വികലമായിട്ട് പ്രചരിപ്പിച്ചിരിക്കുക. അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള എളിയ ശ്രമമാണ് ഞങ്ങൾ ഈ നടത്തുന്നത്. ജലസ്നാനം സത്യത്തിൽ ക്രിസ്തീയ ഉപദേശം അല്ല എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു 100 പ്രാവശ്യമെങ്കിലും മിനിമം ആ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനോട് ആലോചന ചോദിക്കുകയും ചെയ്ത് കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലായിട്ട്, താങ്കൾ ഒരിക്കൽ ഒരു പക്ഷേ ആ ഭാഗം 10 പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരിക്കും. അതിനെ 100 പ്രാവശ്യമെങ്കിലും മിനിമം വായിക്കുകയല്ല, ധ്യാനിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് ഈ വിഷയം താങ്കളുടെ മുന്നിൽ നമുക്കിത് ആവശ്യമില്ലാന്ന് അവതരിപ്പിക്കുന്നത്. പാരമ്പര്യ സമ്പ്രദായങ്ങൾ അടിസ്ഥാനമുള്ള ഇന്നത്തെ ക്രിസ്തീയ സഭകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം അവരുടെ ഒരു ആത്മീക തിമിരം ബാധിച്ചിരിക്കുക. ആത്മീക തിമിരം അത് ബാധിച്ചിട്ട് ക്രിസ്തീയ ലോകത്തിന് എന്താണ് ക്രിസ്തീയ വിശ്വാസമെന്നോ അറ്റ്ലീസ്റ്റ് നമ്മുടെ സുവിശേഷം എന്താണെന്നോ പോലും അറിയാത്ത നിലയിൽ തിമിരം ബാധിച്ചിരിക്കുക. ഹല്ലേലൂയ. ആത്മീക അന്ധത അല്ലെങ്കിൽ വിശ്വാസ ത്യാഗം സംഭവിച്ചു പോയ ജനം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഈ വിഷയം ഞാൻ ഒന്ന് കൈകാര്യം ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നോട് കൂടെ വരുവാൻ ഞാൻ പ്രാർത്ഥനയോടെ ഈ വിഷയത്തിൽ കടന്നു വരുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഹീബ്രു എപ്പിസ്റ്റൽസ്, അതിൽ പറഞ്ഞിരിക്കുന്ന സ്നാനത്തിന്റെ പ്രതിപാദ്യം എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ ഹീബ്രു എപ്പിസ്റ്റൽസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ബൈബിളിൽ നമുക്ക് ആദ്യം മുതൽ ഉൽപ്പത്തി മുതൽ നോക്കിക്കഴിഞ്ഞാൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളാണ്. അതിനുശേഷം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 പുസ്തകങ്ങൾ സുവിശേഷ ഭാഗങ്ങളാണ്. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളാണ്. ഈ അപ്പോസ്തല പ്രവർത്തികൾക്ക് ശേഷം പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെട്ടിരിക്കുന്ന സഭാലേഖനങ്ങളും ഇടയലേഖനങ്ങളും എന്ന് പറയുന്ന 13 ലേഖനങ്ങളാണ്. അതിനുശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുസ്തകങ്ങളെയാണ് ഹീബ്രു എപ്പിസ്റ്റൽസ് എന്ന് പറയുന്നത്. അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. ഈ ഹീബ്രു എപ്പിസ്റ്റൽസ് ആ ഒരു ടൈം പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം, ഒരു സ്കെച്ച് ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ഇവിടെയാണ് ഈ സ്കെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഇവിടെ ഹൗസ് ഓഫ് ഇസ്രായേൽ ഇവർക്ക് നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്തിരുന്ന കാലമാണ്. ഇവർക്ക് ലോ ആണ്, ടൈം പാസ്റ്റ്, മുൻ കഴിഞ്ഞു പോയ കാലമായത്. കർത്താവിന്റെ കാൽവറി യാഗം നടക്കുക. അതിനുശേഷം ബട്ട് നൗ, ഇപ്പോഴുള്ള കാലം എന്ന് പറയുന്നൊരു പീരീഡാണ്. ഇവിടെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ദൈവജനമാണ്, ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ദൈവജനം. ഇവിടെ കവണന്റും പ്രമാണങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല. ഇവിടുത്തെ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഗ്രേസ് ആണ്. ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് യു ആർ സേവ്ഡ്. ഇത് കഴിയുമ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് റാപ്ചറിൽ ചേർക്കപ്പെടും. ഇതിനെ റാപ്ചറാണ് ഈ മേപ്പോട്ട് കാണുന്ന ആരോ. റാപ്ചറിൽ സഭ ഇവിടുന്ന് ചേർക്കപ്പെടും. അത് ആ സഭ ചേർക്കപ്പെടുന്നത് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. പഴയ നിയമത്തിലുള്ള ഹൗസ് ഓഫ് ഇസ്രായേൽ അല്ല. അവരുടെ പദ്ധതി ദൈവം ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുക. ഇവിടെ ഒരു പുതിയ ഒരു ദൈവിക പദ്ധതി ആരംഭിച്ചു. ഇതിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. ഇതിനെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. കൃപായുഗത്തിലെ പ്രോഡക്റ്റാണ്. അവരിവിടുന്ന് റാപ്ചർഡ് ഔട്ട് ആകും. അവർ സ്വർഗത്തിൽ വാഴാനുള്ളവരാണ്. അവർ നിത്യം സ്വർഗത്തിൽ വാഴും.
അവർ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു 7 എന്ന് പറയുന്ന ഒരു നമ്പർ കണ്ടോ? ഇതൊരു 7 വർഷത്തെ കാലഘട്ടമാണ്. ഇവരെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തും. അതായത് കൈവിട്ടുപോയ ഇസ്രായേലിനെ ദൈവം ഇവിടെ യഥാസ്ഥാനപ്പെടുത്തും. അവരുടെ റീസ്റ്റോറേഷന്റെ പദ്ധതി നടക്കുന്ന കാലമായത് 7 വർഷം. ഈ കാലത്ത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശമാണ് ഈ ഹീബ്രു എപ്പിസ്റ്റൽസ് എന്ന് പറയുന്ന ബൈബിളിൽ നമ്മൾ എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് വരെ കാണുന്ന എല്ലാ ലേഖനങ്ങളും 8 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകം ചേർന്ന് 9 ബുക്കുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ നടക്കാനുള്ള പുസ്തകങ്ങൾ. അതിനാണ് ഹീബ്രു എപ്പിസ്റ്റൽസ് അല്ലെങ്കിൽ ജനറൽ എപ്പിസ്റ്റൽസ് എന്ന് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ അവസാനത്തിൽ കർത്താവ് രാജാതി രാജാവായി ഈ ലോകത്തിലേക്ക് വരും. ഇതാണ് ഒലിവ് മലയിൽ കർത്താവിന്റെ പാദം ചവിട്ടുന്ന കർത്താവിന്റെ ലോകത്തിലേക്കുള്ള പ്രത്യക്ഷത. അതിനുശേഷം ഇവിടെ നടക്കാൻ പോകുന്നത് കർത്താവ് ഈ ലോകത്തെ വാഴാൻ പോകുക. ഇവിടെ കർത്താവ് ഈ ലോകത്തെ, അതായത് ഹൗസ് ഓഫ് ഇസ്രായേൽ, അവരെ വാഴുവാനായിട്ട് പോകും. ഇതിനെ ഇവിടെ ഒരു പുതിയ കവണന്റ്, ന്യൂ കവണന്റ് ഒക്കെ കർത്താവ് ആ സമയത്ത് അവർക്ക് കൊടുക്കും. ന്യൂ ലോ, അതും ലോ തന്നെയാണ്. ഇതാണ് ഈ കാലഘട്ടത്തിലേക്ക് കൊടുത്തിരിക്കുന്ന എപ്പിസ്റ്റൽസിനെയാണ് ഹീബ്രു എപ്പിസ്റ്റൽസ് എന്നറിയപ്പെടുന്ന. ഒരു പിക്ചറോടെ കാണിക്കാം, അല്പം കൂടെ അതൊന്ന് മനസ്സിലാകാനായിട്ട്. ഹീബ്രു എപ്പിസ്റ്റൽസ് എന്ന് പറയുന്ന അതിനെ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആ എപ്പിസ്റ്റൽസ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പഴയ നിയമത്തിലെ ബുക്കുകളാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നത്. ഏതായത് ജനസിസ് മുതൽ മലാഖി വരെ ഇവിടെയാണ്. അത് കഴിഞ്ഞ ഉടനെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. കർത്താവ് ലോകത്തിൽ വന്നപ്പോഴത്തേക്ക് കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയാണ്. അതിനുശേഷം കർത്താവിന്റെ കാൽവറി ക്രൂശ് നിറവേറുകയും ആക്ട്സ് ഓഫ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകമാണ്. ഇതൊരു ട്രാൻസിഷൻ പീരീഡ്. അത് കഴിഞ്ഞപ്പോഴത്തേനും കർത്താവ് പൗലോസിനെ വിളിക്കുകയും ഇതാണ് ഗ്രേസ് ഗോസ്പൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, കൃപായുഗം എന്ന് പറയുന്നത്, ബട്ട് നൗ എന്ന് പറയുന്ന പീരീഡ്. ഇവിടെ കിങ്ഡം ഇല്ല, കിങ്ഡം പോസ്റ്റ്പോൺഡ് ആണ്. ഈ സമയത്ത് ഈ കിങ്ഡം എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ മുതലേ ഒരു കിങ്ഡം ഗോസ്പൽ, ആ കിങ്ഡം ഇവിടെ പോസ്റ്റ്പോൺഡ് ചെയ്തിരിക്കുക. ഇവിടെ ഗ്രേസ് പീരീഡ്, നമ്മൾ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന്റെ പ്രൊഡക്റ്റ് റാപ്ചർഡ് ഔട്ട് ആകും. ഈ കാണുന്ന ആരോ റാപ്ചറാണ്. റാപ്ചറിൽ പോയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് ഇവിടെ നടക്കാൻ പോകുന്ന ഒരു 7 വർഷത്തെ കാലഘട്ടം, കിങ്ഡം പ്രോക്ലെയിംഡ്. ഇവിടെ വീണ്ടും ആ കിങ്ഡം അവർക്ക് ഓഫർ ചെയ്യാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ആ ഒരു കിങ്ഡം തിരിച്ച് അവർക്ക് ഇവിടെ പ്രോക്ലെയിം ചെയ്യുകയാണ്. ആ 7 വർഷത്തെ കാലഘട്ടത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശമാണ് ഹീബ്രു എപ്പിസ്റ്റൽസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ. 1000 ആണ്ട് വാഴ്ച അതിനുശേഷം നടക്കും. ആ 1000 ആണ്ട് വാഴ്ചയിലെ കാര്യങ്ങളും ആ ഹീബ്രു എപ്പിസ്റ്റൽസിൽ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വിഭജനം. നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ച. ആ ബുക്കുകളാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നത്. ഓരോ ബുക്കുകളും ഏത് കാലഘട്ടത്തിലേക്ക് എഴുതിയിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പിക്ചറാണ്. ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഈ ഹീബ്രു എപ്പിസ്റ്റൽസിൽ പറഞ്ഞിരിക്കുന്ന സ്നാനമുണ്ടല്ലോ, ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനം അതെന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പലയിടങ്ങളിലും സ്നാനത്തിന്റെ പരാമർശമുണ്ട്. പ്രധാനമായിട്ട് എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ, അതുകൂടാതെ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, അതുപോലെ തന്നെ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ. ഇതൊക്കെ ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് ബാക്കിയുള്ള സമയം നമ്മൾ വേർതിരിക്കുന്നത്. പെട്ടെന്ന് ചിന്തിച്ച് തീർക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കാര്യം ഇതെല്ലാം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒന്നും റോക്കറ്റ് സയൻസിന്റെ ആവശ്യമോ അധികം നമ്മൾ തല പുകഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഞാൻ ആ വാക്യം തന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പ്രോജക്റ്റ് ചെയ്യാം. ബൈബിളില് എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ പറയുന്നത് എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അവിടെ പറയുന്നത്, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം എന്നിങ്ങനെയുള്ള നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ടുന്നത്, ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത് ഞാൻ ഓർപ്പിച്ചല്ലോ, യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലത്ത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങളാണ്. കാര്യം സഭ ഇവിടുന്ന് ചേർക്കപ്പെട്ടതിന് ശേഷം ദൈവം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലഘട്ടം, അടുത്ത ആ 7 വർഷം അല്ലെങ്കിൽ അന്ത്യകാലം എന്നൊക്കെ അവരോട് പറഞ്ഞിരിക്കുന്ന ദാനിയേലിനെ കാണിച്ചു കൊടുത്ത 69-ാമത്തെ ആഴ്ച കഴിഞ്ഞ 70-ാമത്തെ ആഴ്ചവട്ടം, ആ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 7 വർഷത്തെ ഒരു എതിർ ക്രിസ്തുവിന്റെ വാഴ്ച, ഈ ലോകത്തിൽ ഒരു പീഡനകാലം ആരംഭിക്കുക.
അന്ന് യഹൂദനെ തീയിൽ കൂടി പൊന്ന് ഊതി കഴിക്കുന്നത് പോലെ ശോധന ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത് യാക്കോബിന് അയ്യോ കഷ്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അതെല്ലാം പഴയ നിയമത്തിലും പ്രവാചക പുസ്തകങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. അതൊന്നും പുതിയ കണ്ടുപിടുത്തമല്ല. ആ ഒരു വിഷയം കൃപായുഗം വന്നത് കാരണം ആ ഒരു വിഷയം ദൈവം പോസ്റ്റ്പോണ്ട് ചെയ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അതിനെ തൽക്കാലത്തേക്ക് ദൈവം ഹോൾഡ് ചെയ്തിരുന്നു. ആ സഭ എന്ന ദൈവിക പദ്ധതി, ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇവിടുന്ന് ചേർക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അവരെ യഥാസ്ഥാനപ്പെടുത്തുക. ഇതാണ് റോമാലേഖനം 11-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ സത്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും എന്നൊക്കെ റോമാലേഖനം 11-ന്റെ 25-ലും 26-ലും ഒക്കെ പറയുന്ന ഭാഗം ഇവിടെ നിവൃത്തിയാകുക. യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുക, അവരുടെ റീസ്റ്റോറേഷൻ നടക്കുക. ആ റീസ്റ്റോറേഷൻ നടക്കുമ്പോൾ ഇവിടെ ഭയങ്കര പീഡാകാലത്തിൽ കൂടെ അവർ കടന്നു പോവുകയാണ്. ആക്ച്വലി ഇത് മുമ്പേ നടക്കേണ്ടതായിരുന്നു. പക്ഷെന്നുണ്ടെങ്കിൽ അവർ പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പറഞ്ഞപ്പോൾ ദൈവം അവരെ കൈവിടുകയും ഇടയിൽ അതുവരെ ആരും കണ്ടിരുന്നില്ല, ആരും അറിയാതിരുന്ന, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു കൃപാ കാലഘട്ടം ഇവിടെ തുറക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം നടക്കേണ്ട കാലം ഇവിടെ നിറവേറുകയാണ്. ഇവിടെ അത് നടക്കുമ്പോൾ യഹൂദൻ ഭയങ്കരമായ പീഡാ കാലഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ്. അവരിൽ 2/3 സ്ട്രെയിറ്റ് പട്ടുപോകും. 2/3, അതായത് 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 66 പേര് സ്ട്രെയിറ്റ് ആയിട്ട് പട്ടുപോകും. ബാക്കി 34 പേര് തീയിൽ കൂടി എന്ന പോലെ ശോധനയിൽ കൂടി അവർ കടന്നു പോകും. അവരെ അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. എന്താ പറയുന്നത്, കെരീത്ത് തോട്ടിൽ ഏലിയാവിനെ ദൈവം പോഷിപ്പിച്ചതുപോലെ ദൈവം അന്നത്തേക്കുള്ള ആഹാരം കൊടുത്ത് അവരെ പോഷിപ്പിക്കും. ആ വൃദ്ധന്മാര് നിമിത്തം ആ വർഷങ്ങൾ ചുരുങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ശേഷിക്കാത്ത രീതിയിലുള്ള മഹാകഷ്ടം ആ ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെയാണ് ദൈവം 1,44,000 പേരെ ഉലകം മുഴുവനും സുവിശേഷം അറിയിക്കാനായിട്ട് അയക്കുന്നത്. അത് ഉലകം മുഴുവനും, അമേരിക്ക മുതൽ ന്യൂസിലാൻഡ് വരെ യഹൂദൻ ചിതറിക്കിടക്കുന്നത് കൊണ്ടാണ്. ആ 1,44,000 പേരെ എടുക്കുന്നത് ഇസ്രായേലിൽ നിന്ന് എടുത്തിട്ട് അവിടെ സുവിശേഷം പറയല്ല, അവർ ഉലകം മുഴുവനും സുവിശേഷം പറയും. 1,44,000 പേര്, 12,000 പേരെ വീതം 12 ഗോത്രത്തിൽ നിന്നും എടുക്കും. ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും നിറവേറാൻ പോകുന്ന, അച്ചട്ടായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളുമാണ്. അതുകൂടാതെ പല സ്ഥലങ്ങളിലും ദൂതന്മാർ ആകാശത്തിൽ പ്രത്യക്ഷമാവുകയും അവരവരോട് സുവിശേഷം പറയുകയും ചെയ്യും. ദൂതന്മാർ സുവിശേഷം അറിയിക്കുന്ന ഒരു വലിയ കാലഘട്ടം നമുക്ക് കാണാം. ഈ സമയത്ത് മോശയും ഏലിയാവും ആയിരിക്കാം, അല്ലായിരിക്കാം, 2 അഭിഷിക്തന്മാരെ ദൈവം ഇസ്രായേലിലേക്ക് അയക്കും. അവരുടെ ഇടയിൽ സുവിശേഷിക്കും, അവരെ ലോകം മുഴുവനും കാണും. ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ആ 7 വർഷത്തെ കാലയളവിലാണ്. ഈ സമയത്ത് അനേകര് കർത്താവിലേക്ക് നോക്കുകയും, ഈ 34% എന്ന് ഞാൻ പറഞ്ഞത്, അതായത് 1/3 യഹൂദൻ എന്ന് പറഞ്ഞത്, അവർ കർത്താവിലേക്ക് നോക്കുകയും അനേകർ ഈ സത്യം മനസ്സിലാക്കുകയും യേശു തന്നെ ക്രിസ്തു എന്ന് വിശ്വസിക്കുകയും ചെയ്യും. ആ ഒരു പ്രത്യേക കാലഘട്ടമാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ അവർ ഭയങ്കര കഠിന ശോധനയിൽ കൂടി കടന്നു പോകും. യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നതിലൂടെ തന്നെ സാത്താൻ അവരെ ഭയങ്കര ശോധനയിൽ കൂടി, അവൻ അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് കരുതി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുക. വെറുതെ അല്ല, അവന്റെ വാലുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 ചുരുട്ടി വാരി എറിഞ്ഞ് തീ തുപ്പി അവന്റെ തലയിൽ എന്താ പറയുന്നത് 10 തല, അതുപോലെ തന്നെ തലയിൽ രാജമുടികൾ, ഭയങ്കര രാജാവായിട്ട് ഈ ലോകത്തെ വാഴുന്ന രീതിയിൽ അവൻ ഈ ലോകത്ത് നാശം വിതച്ചിറങ്ങി വന്നിരിക്കുക. അവന്റെ ടാർഗറ്റ് മുഴുവനും യഹൂദന്മാരെ, അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ആത്മീക പദ്ധതിയാണ് ആ കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്നത്. ഇതിന് മുൻപ് കൈവിടപ്പെട്ടു പോയ ജാതികളായ ജനങ്ങൾ ഇവിടെ രക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കരുത്. അവരുടെ ഗതി അധോഗതിയാണ്. അവർ ഈ 7 വർഷത്തെ കഷ്ടത്തിൽ കൂടി കടന്നു പോവുകയും ഭയങ്കര പീഡനയിൽ അവർ മരണം കൊതിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള മഹാപീഡയിൽ കൂടെ അവർ കടന്നു പോകും. ഇവിടെ യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന പദ്ധതിയായത്. അവരോട് ആ സമയത്ത് പറഞ്ഞിരിക്കുന്ന എപ്പിസ്റ്റൽസ് ആണ് ഈ ഹീബ്രു എപ്പിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ സാഹചര്യം അത്. ഇവിടെ എബ്രായ ലേഖനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. എബ്രായ ലേഖനത്തിൽ പറയാണ്, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. പല സ്നാനങ്ങളുണ്ട് അവരുടെ ഇടയിൽ, ഒത്തിരി സ്നാനങ്ങളുണ്ട്. പ്യൂരിഫിക്കേഷൻ, റിസ്റ്റോറേഷൻ, കൺവേർഷൻ, സർക്കംസിഷൻ, ഡിസൈപ്പിൾഷിപ്പ്, ശാബത്ത്, ഇതിനെല്ലാത്തിനും അവർ സ്നാനമുണ്ട്. ഈ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ അവരോട് ആ കാലഘട്ടത്തിൽ പറയുക. ഇതെല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം,
സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി, ഇതെല്ലാം നമ്മുടെ അടിസ്ഥാനമാണ്. പക്ഷെ ഈ ഫൗണ്ടേഷനുമായിട്ട് നിൽക്കാതെ നാം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, ഈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കാൻ പറയുക. അതായത് ക്രിസ്തുവാണ്, യേശുവാണ് നാം കാത്തിരുന്ന മശിഹ, നാം കൊന്നുകളഞ്ഞ, നാം ക്രൂശിച്ച ആ യേശുവാണ് മശിഹ. അവനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ പറയുന്ന ഒരു ഭാഗമായത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം ഇതിന്റെ അർത്ഥം താങ്കൾ ഇന്ന് സ്നാനപ്പെടണമെന്നേ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റെഫറൻസ്, ഈ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത് താങ്കളോട് പറഞ്ഞിരിക്കുന്നതല്ല. ഈ കാലഘട്ടത്തിന് ആപ്ലിക്കബിളേ അല്ലാത്ത ഒരു വാക്യമാണ് എടുത്ത് ഈ കാലഘട്ടത്തിൽ ഇതാണ് നമ്മുടെ ഉപദേശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെയൊക്കെ ഉപദേശമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന ഓഡിയൻസേ വേറെയാ, വരും കാലത്തേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, ഹീബ്രു എപ്പിസ്റ്റൽസാ. നമ്മൾ ഇനി കൃപാ കാലഘട്ടത്തിലായിരിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, എന്റെ പൊന്നു സഹോദര, ഇതൊന്നും താങ്കളോട് പറഞ്ഞിരിക്കുന്നതല്ല. ഇത് യഹൂദനോട് പ്രബോധിപ്പിക്കുകയും അവർ അനേകർ ആ വിഷയത്തിൽ ഉറയ്ക്കുകയും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാനായിട്ട് അവരെ പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇതൊക്കെ എടുത്തിട്ട് നമ്മുടെ ഉപദേശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? താങ്കൾ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, താങ്കൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഭാഗം ഏതാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒത്തിരി തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകളിൽ ചെന്ന് ചേരുവാനായിട്ട് ഇടയാകും. ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ 9-ാം അധ്യായം 10-ാം വാക്യം ഞാനൊന്ന് കാണിക്കാം. ഈ സ്നാനം എന്തിനായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ കണ്ടോ? അപ്പൊ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ. ഈ വിവിധ സ്നാനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരുന്ന ഒത്തിരി സ്നാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സിനഗോഗിന്റെ സൈഡിൽ തന്നെ എത്ര കുളങ്ങളുണ്ടെന്ന് അറിയാമോ? അതാണ് ഈ ശലോമോന്റെ കുളം, എന്താ പറയുന്നത്, ബത്സേദ കുളം, ബെഥേസ്ദ കുളം. ഇതെല്ലാം ഇവരെ കഴുകാനും മുഴുകാനും തളിക്കാനും ഒക്കെയുള്ള ഇവരുടെ വിവിധ സ്നാനങ്ങളുടെ ഭാഗമാണ്. ഇത് പറയുന്നത് കണ്ടില്ലയോ? പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്ര. ഇതെല്ലാം താങ്കൾക്ക് ഒരു ഗുണീകരണ കാലം, ആ ഗുണീകരണ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൻ ടൈം പീരീഡ്, ഒരു പ്രത്യേക സമയത്തേക്ക് കൊടുത്തിരുന്ന ജഡീക നിയമങ്ങൾ അത്രയെന്ന് പറയാം. എന്നാൽ ആക്ച്വലി കർത്താവ് ഇവിടെ വന്നു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവും ഏറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം യാഗത്താൽ ആ കർത്താവിന്റെ രക്തം തൻ്റെ കരങ്ങളിലെടുത്ത് ഒരു മന്ദിരത്തിൽ കൂടി പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിച്ച് മഹാപുരോഹിതനായിട്ട് ആ രക്തവുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്താലല്ല, തന്റെ സ്വന്തം രക്തത്താൽ ഒരിക്കലായി എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുക. ഇതെല്ലാം ഫാക്റ്റാണ്. ഇതൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റത്തില്ല. ഇവിടെ താങ്കളുടെ രക്ഷയെക്കുറിച്ചോ താങ്കളുടെ സ്നാനത്തെക്കുറിച്ചോ അല്ല പ്രതിപാദിച്ചിരിക്കുന്നത്, അവരുടെ ഉപദേശമാണ്. ആ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യണം? ആ ആദ്യ ഉപദേശങ്ങളെ, ആ ബേസിക് അടിസ്ഥാന ഉപദേശങ്ങളെ വിട്ടിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ പറയുന്ന രംഗമാണ്. അടുത്തൊരു റെഫറൻസ് നോക്കാം. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 3-ാമത്തെ ലേഖനം, അതിന്റെ 21-ാമത്തെ വാക്യം. ഈ വീഡിയോ അധികം ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് തീർക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 2-ാമത്തെ റെഫറൻസിലേക്ക് അടക്കി. അത് കണ്ടില്ലേ? അവിടെ പറയുന്നുണ്ട് അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇതിനെ നോഹയുടെ കാലത്തെ എക്സാമ്പിൾ പറഞ്ഞു വരിക. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയാനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ നമ്മെ രക്ഷിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു റെഫറൻസ് ഒത്തിരി പേര് എടുത്ത് ഉപയോഗിക്കാറുണ്ട്. ഇത് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ്, അല്ലാതെ നമുക്ക് രക്ഷിക്കപ്പെടാനുള്ള ഒരു മാർഗമല്ല സ്നാനം എന്നൊക്കെ. അന്ധത, ആത്മീക അന്ധത എന്നാണ് അതിനെ പറയേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പത്രോസ് അപ്പോസ്തലനാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ അവരോട് പ്രസംഗിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറയുന്നത് കണ്ടില്ലേ? പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട്. ഇതെന്തിനു വേണ്ടിയിട്ടെന്ന് എഴുതിയിരിക്കുന്നത്? ആൾക്കാരെ കാണിക്കാനെന്ന് എഴുതിയിരിക്കുന്നത്? പാപങ്ങളുടെ മോചനത്തിനായിട്ട്, ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻസ്. ഇതേ പത്രോസ് അപ്പോസ്തലനാണ് എഴുതിയിരിക്കുന്നത്.
ഈ പത്രോസ് അപ്പോസ്തലനാണ് ഇപ്പോൾ ഇവിടെ ലേഖനം എഴുതിയിരിക്കുമ്പോൾ പറയുന്നത് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയ്ക്കായിട്ട് അത്രയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് അപ്പോസ്തലനോ പരിശുദ്ധ ആത്മാവിനോ തെറ്റു പറ്റിയതല്ല. ഈ പറഞ്ഞിരിക്കുന്നത് വാസ്തവമാണ്. കാര്യം ഇത് പറഞ്ഞിരിക്കുന്നത് പെന്തക്കോസ്ത് പീരീഡാണ്. അവിടെ അവർക്ക് ദൈവം ആ ഒരു വലിയ വാഗ്ദത്ത പദ്ധതിയിലേക്ക് കടക്കുക. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ള അന്ത്യകാലത്തിന്റെ ആരംഭം അവിടെ നടക്കുക. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ നിയമം അവിടെ അന്ന് അവിടെ കോൺസിക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൈമാറുക. കർത്താവ് പെസഹായിൽ പറഞ്ഞത് ഇത് എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞ ആ നിയമം അവിടെ ആരംഭിക്കുക. ഇത് പാപങ്ങളുടെ മോചനത്തിനായിട്ട് അവർക്ക് കൊടുത്തിരുന്നതാ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ളത് മർക്കോസിന്റെ സുവിശേഷം 16:16 പറഞ്ഞിരിക്കുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നിടത്ത് സ്നാനം രക്ഷയ്ക്കല്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ബേസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉപദേശം വരാനിരിക്കുന്ന കാലഘട്ടത്തേക്ക് കൊടുത്തിരിക്കുന്നതാണ്. അന്ന് വരാനിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാണിച്ച പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഏജസ് ടു കം, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഈ അപ്പോസ്തല പ്രവർത്തികളിൽ പത്രോസ് അപ്പോസ്തലൻ ആ ഉപദേശം പറയുമ്പോൾ ഈ പെന്തക്കോസ്ത് നാളാണ് കർത്താവിന്റെ കാൽവറി യാഗത്തിന് ശേഷം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പത്രോസ് അപ്പോസ്തലന്റെ ലേഖനം 1 പത്രോസ് 3:21 പറയുന്ന ആ ഭാഗം ഈ ഏജസ് ടു കം, ഈ കാലഘട്ടത്തിൽ അവരെ റിസ്റ്റോർ ചെയ്യുന്ന കാലഘട്ടത്തേക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശമാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നു, ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇവിടെ ആ കാലഘട്ടത്തിൽ, അതായത് അവരെ റീസ്റ്റോർ ചെയ്യുന്ന കാലഘട്ടത്തിലും അവരുടെ രക്ഷ കർത്താവിന്റെ ക്രൂശ. ഒരിക്കൽ പോലും ചിന്തിക്കരുത് പഴയ നിയമകാലത്തിൽ, ഈ കാലഘട്ടത്തിൽ ആ പിക്ചർ ഞാൻ ഒന്നുകൂടെ പ്രൊജക്ട് ചെയ്യാം. ഈ കാലഘട്ടത്തിൽ, ഈ പഴയ നിയമ കാലഘട്ടത്തിൽ, ടൈം പാസ്റ്റ് എന്ന് പറയുന്ന കാലത്തിലും മാനവരാശിയുടെ രക്ഷ വരാനിരുന്ന ഈ ക്രൂശിന്റെ ബേസിസിലാണ്. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഈ ബ്ലൂ കളറിൽ ബട്ട് നൗ, ഈ കാലഘട്ടത്തിലും മനുഷ്യന്റെ രക്ഷ, പാപങ്ങളുടെ മോചനം നടക്കുന്ന കർത്താവിന്റെ ക്രൂശിലാണ്. ഈ 7 വർഷത്തെ കാലഘട്ടത്തിലും രക്ഷ കർത്താവിന്റെ ക്രൂശിലാണ്. അതിനുശേഷമുള്ള ഈ ഈ എന്താ പറയുന്നത് 1000 ആണ്ട് വാഴ്ച, ഹൗസ് ഓഫ് ഇസ്രായേൽ, കർത്താവ് രാജാതിരാജാവായിട്ട് വാഴുന്ന ഈ കാലഘട്ടത്തിലും മനുഷ്യന്റെ മാനവരാശിയുടെ പാപത്തിൽ നിന്നുള്ള മോചനം നടക്കുന്ന കർത്താവിന്റെ ഈ കാൽവറി ക്രൂശിലാണ്. അതായത് മാനവരാശി ഉണ്ടായ കാലം മുതൽ, ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ച കാലം മുതൽ വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി, അവസാനം കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും എന്ന് പറയുന്ന ആ കാലഘട്ടം വരെയുള്ള മുഴുവൻ പീരീഡിലെയും മാനവരാശിയുടെ രക്ഷ നടക്കുന്ന കർത്താവിന്റെ കാൽവറിയിലെ ആ പ്രായശ്ചിത്ത യാഗത്തിലാണ്. ഇത് ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഈ കൃപാ കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തിയിരിക്കുക. അതാണ് പോളിന്റെ 13 ലേഖനങ്ങളിൽ കൂടി കർത്താവിന്റെ ക്രൂശും, കർത്താവിന്റെ മരണവും, കർത്താവിന്റെ ബ്ലഡും ഒക്കെ ആ 13 ലേഖനത്തിൽ കൂടി അറിയിച്ച് ലോകത്തെ ഈ രക്ഷാ പദ്ധതി അറിയിച്ചിരിക്കുക. ഇതിനെയാണ് പ്രീച്ചിങ് ഓഫ് ദ ക്രോസ്, അല്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശിന്റെ സുവിശേഷം, കൃപായുഗം അല്ലെങ്കിൽ കൃപയുടെ സുവിശേഷം എന്നൊക്കെ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള 7 വർഷം എന്ന് പറയുന്നത് കിങ്ഡം റിസ്റ്റോർ ചെയ്യുക, അതായത് സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന ആ പദ്ധതി യഹൂദനോട് കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത പദ്ധതി. അത് അവർക്ക് വേണ്ടി ദൈവം അതിനെ റീസ്റ്റോർ ചെയ്യുക, അവരെ അതിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്തും രക്ഷ കർത്താവിന്റെ ക്രൂശിൽ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് വിശ്വസിച്ചാൽ മാത്രം രക്ഷ ലഭിക്കത്തില്ല, വിശ്വസിക്കുകയും അവരുടെ വിശ്വാസം തെളിയിക്കുകയും ചെയ്യണം. ഇതാണ് യാക്കോബ് അപ്പോസ്തലനൊക്കെ പറഞ്ഞിരിക്കുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം അത്രയെന്ന് പറയാൻ കാര്യം അതാ. കാര്യം ആ എഴുതിയിരിക്കുന്ന ഹീബ്രു എപ്പിസ്റ്റൽസ് ആണ് അതെല്ലാം ആ അന്ത്യകാലത്തേക്ക് പറഞ്ഞിരിക്കുന്ന എപ്പിസ്റ്റൽസ് ആണ്. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യകാലമെന്ന് അറിയുകയാൽ നിങ്ങളെ ആരും തെറ്റിച്ച് കളയരുത്, യോഹന്നാൻ അപ്പോസ്തലനൊക്കെ പറയുന്നത്. ഇവിടെ ഈ കാലഘട്ടത്തിൽ ഒരുവൻ ഈ സത്യം അറിഞ്ഞിട്ട് അതിൽ നിന്ന് വീണു പോയി കഴിഞ്ഞാൽ അവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ല. എബ്രായ ലേഖനത്തിൽ തന്നെ അവരൊരിക്കൽ അവരുടെ രക്ഷയിൽ നിന്ന് ഒരിക്കൽ വീണു പോയി കഴിഞ്ഞാൽ അവർ പോക്ക, പിന്നെ അവർക്ക് തിരിച്ചു വരാൻ കഴിയത്തില്ല. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം, ആ 3-ാമത്തെ വാക്യം പറയുന്നുണ്ടോ, അവിടെ പറയുന്നത്
ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. ഈ കാലഘട്ടത്തിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവുകയൊക്കെ ചെയ്തതിന് ശേഷം, അവർ ആ കാര്യം മനസ്സിലാവുകയും ചെയ്തതിന് ശേഷം ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, ഇവിടെ വെച്ച് പ്രലോഭനങ്ങൾ ഉണ്ടായിട്ട് അവര് സാത്താന്റെ പ്രലോഭനത്തിൽപ്പെട്ട് പിന്മാറിപ്പോയാൽ, അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് തന്നെ അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഇതൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളും. ആ കാലഘട്ടത്തിലെ രക്ഷ എന്ന് പറയുന്നത്, ഒരാൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം കർത്താവിനെ തള്ളി പറഞ്ഞ് 666 സ്വീകരിച്ച് അവർ സാത്താന്റെ അധീനതയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും അവനെ തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇവിടെ പറയുന്നത്. ഈ സ്നാനം ഇവിടെ അവർ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ വിശ്വാസത്താൽ തന്നെയാണ് രക്ഷിക്കപ്പെടുന്നത്. പിന്നെ എന്തിനാ സ്നാനം എന്ന് ചോദിക്കാം. സ്നാനം എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ, അവർ യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിച്ചിരിക്കുന്നുവെന്നും അവർ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളാണെന്നും ലോകത്തെ അറിയിക്കാനുള്ള ധൈര്യമാണ്. അതാണ് നല്ല മനസാക്ഷിക്കായിട്ട് അവർ ലോകത്തോട് പറയുക, അവന്റെ നാമത്തിൽ ഞങ്ങൾ സ്നാനമേറ്റിരിക്കുന്നു. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, ആ സ്നാനം എന്ന് പറയുന്നത് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ എത്ര. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ഇവിടെ പറയുന്നതിന്റെ പർപ്പസ് വേറെ കണ്ടില്ലേ. ഇവിടെ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിൽ നിന്നല്ല. ദ ലൈക്ക് ഫിഗർ വേർ അണ്ടു ഈവൻ ബാപ്റ്റിസം ദാറ്റ് ഓൾസോ നൗ സേവേഴ്സ്, നോട്ട് പുട്ടിംഗ് അവേ ഓഫ് ദ ഫിൽത്ത് ഓഫ് ദ ഫ്ലെഷ്, but the answer of a good conscience towards God by the resurrection of Jesus Christ. അതായത് ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയ്ക്കായിട്ട് അത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. ഇത് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ട് നാം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തുവിന്റെ സാക്ഷികളാണ് ഞങ്ങളെന്ന് പ്രൊക്ലെയിം ചെയ്യാനായിട്ട്, അവനെ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ഞങ്ങൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു, അവൻ നമ്മെ ചേർപ്പാൻ വീണ്ടും വരുന്നു, അവൻ രാജാതിരാജാവായിട്ട് വരാൻ പോകുന്നു, അവന്റെ സാക്ഷികളാണെന്ന് ലോകത്തെ കാണിക്കാൻ, പ്രൊക്ലെയിം ചെയ്യാൻ ആ കാലഘട്ടത്തിൽ അവർ ജലസ്നാനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ജലസ്നാനം ആ കാലഘട്ടത്തിൽ വീണ്ടും ആപ്ലിക്കബിൾ ആകും. അത് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാര്യം കാലഘട്ടം അത് വേറെയാണ്. ഈ പെന്തക്കോസ്ത് നാളിൽ കർത്താവ് കൊടുത്ത അലംഘനീയമായ കൽപ്പന പോലെ അല്ല ഈ കാലഘട്ടം. ഇവരുടെ രക്ഷ കർത്താവിന്റെ ക്രൂശിലാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. കാര്യം ഉലകം മുഴുവനും അത് മനസ്സിലായി കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലനാൽ അത് ലോകത്തിന് വെളിപ്പെടുത്തി കഴിഞ്ഞു. 13 ലേഖനങ്ങളിൽ കൂടി അതിന്റെ എല്ലാ കാര്യങ്ങളും എഴുതി ബൈബിളിൽ തന്നിരിക്കുക. ഉലകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അവർക്കും അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതൊരിക്കലും ഇനി ഒരു മിസ്റ്ററി അല്ല, അത് മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമല്ല. അത് വെളിപ്പെട്ട് കഴിഞ്ഞു, അത് അവർക്കും അറിയാം. അതിലൂടെ അവർ രക്ഷിക്കപ്പെടുക. അവരോട് ലോകം 1,44,000 പേരും ഏലിയാവും മോശയും സ്വർഗത്തിൽ കൂടെ പറന്നു നടക്കുന്ന ദൂതനും ഒക്കെ അവരോട് ആ സുവിശേഷം പറയുക. അവരതിൽ രക്ഷിക്കപ്പെടും. പക്ഷെന്നുണ്ടെങ്കിൽ നല്ല മനസാക്ഷിക്കായിട്ട് മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട്, എക്സ്പ്രഷൻ ഓഫ് ദെയർ ഫെയ്ത്ത്, അതിനായിട്ട് അവർ സ്നാനപ്പെടണം. അതാ പത്രോസ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളെ അറിയാൻ വയ്യാതെ, എന്തിനാണ്, ആർക്കാണ്, എവിടാണെന്നൊന്നും അറിയാൻ വയ്യാതെ ചക്കപ്പുഴുക്ക് മാതിരി എല്ലാം കൂടെ കുരുങ്ങി കിടക്കുന്നതിനാൽ ഞങ്ങൾ സ്നാനം രക്ഷിക്കപ്പെടാനല്ല, ചുമ്മാ ആൾക്കാരെ കാണിക്കാനാണെന്നുള്ള രീതിയിലാണ് പലരും പ്രസംഗിക്കുന്നത്. ഒരു പോയിന്റ് കൂടെ പറയാം, ഒരു വിഷയം കൂടെ കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം, സുവിശേഷമല്ല, യോഹന്നാൻ എഴുതിയ ലേഖനം 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം അതോടെ ഒന്ന് പ്രൊജക്ട് ചെയ്യാം. ഇവിടെ പറയാണ്, ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവും സത്യമല്ലോ. 8-ാമത്തെ വാക്യം പറയുന്നത്, സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ 3-ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ഇവിടെ ജലമെന്നൊന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഉടനെ അത് യോഹന്നാൻ സ്നാനപ്പെടാൻ പറയുന്നതാണ്. ജലം സ്നാനപ്പെടേണ്ടതാണ്, അതുകൊണ്ട് നമ്മൾ സ്നാനപ്പെടണമെന്ന് യോഹന്നാൻ പറയുന്നു എന്നാണ് ഒരു കൂട്ടരുടെ വേറൊരു കൂട്ടരുടെ വാദം. ഇവിടെ ഈ ഒരു ഹീബ്രു എപ്പിസ്റ്റൽസിന്റെ ഈ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ജൂവിഷ് കിങ്ഡത്തിന്റെ ഒരു ഫ്രെയിം വർക്കിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഇവിടെ പറയുന്നത്. ജൂവിഷ് കിങ്ഡമാണ്. ആ ഒരു ഫ്രെയിം വർക്കിനകത്തിലാണ് ഈ ഹീബ്രു എപ്പിസ്റ്റൽസ് മുഴുവൻ നിൽക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഈ യോഹന്നാൻ അപ്പോസ്തലൻ ഈ പറയുന്ന ഒരു ഭാഗം, മൾട്ടിപ്പിൾ വിറ്റ്നസസ് ടു പ്രൂവ് ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് പല സാക്ഷികളെ കൊണ്ടുവന്നിട്ട് യേശു തന്നെ ക്രിസ്തു എന്ന് അവരോട് പ്രൂവ് ചെയ്യാനായിട്ടാണ് യോഹന്നാൻ സ്നാപകന്
യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാന് ഈ ലേഖനം എഴുതുമ്പോൾ താൻ എഫെസോസിലാണ്. അവിടെ നിന്ന് യെരുശലേമിൽ നിന്ന് ഓടിപ്പോയി എഫെസോസിലാണ്. ഏറ്റവും അവസാന കാലഘട്ടങ്ങളിൽ താൻ AD 90-95 കാലഘട്ടങ്ങളിലാണ് തന്നെ അവിടുന്ന് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുകയൊക്കെ ചെയ്യുന്നത്. ഏകദേശം ഈ 85 AD 85-90 ആ കാലഘട്ടങ്ങളിൽ എഴുതുന്ന ലേഖനങ്ങളായത്. ആ സമയത്തേക്ക് യെരുശലേമിൽ നിന്ന് ആരുമില്ലാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് മുഴുവൻ തീയിട്ട് ചുട്ട് കളഞ്ഞിരിക്കുക. അവർ മുഴുവൻ ഉലകം മുഴുവൻ ഓടിപ്പോയിരിക്കുക. എഫെസോസിലായിരിക്കുന്ന യോഹന്നാന് താൻ ഏറ്റവും ഫേസ് ചെയ്ത ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ദുരുപദേശങ്ങളുടെ തള്ളിക്കയറ്റം നടക്കുക. അവിടെ ഈ വിശ്വാസത്തിൽ തന്നെ നോസ്റ്റിസിസം, അതുപോലെ തന്നെ ഡോസറ്റിസം എന്നൊക്കെ പറയുന്ന ദുരുപദേശങ്ങൾ, ജ്ഞാനവാദങ്ങൾ തള്ളിക്കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനെതിരായിട്ട് യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തു ദൈവമല്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പഠനം നടക്കുക. അതിനെതിരായിട്ടാണ് യോഹന്നാന്റെ ലേഖനങ്ങൾ എഴുതുന്നത്, യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നതെല്ലാം. അതുകൊണ്ടാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. ഈ ലേഖനങ്ങളുടെ എല്ലാം പശ്ചാത്തലം അതാ. ഇവിടെ തനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിന്റെ ഡീറ്റിയാണ്, കർത്താവിന്റെ ദൈവികത്വത്തെയാണ് ഈ ഉപദേശങ്ങളെ ചലഞ്ച് ചെയ്യുന്നത്. ഈ നോസ്റ്റിസിസം, അതുപോലെ തന്നെ ഡോസറ്റിസം, ഇതുപോലുള്ള ദുരുപദേശങ്ങൾ, ഇവിടെ അത് പ്രൂവ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ ആ യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ഞാൻ ആ വാക്യം ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ സാക്ഷ്യം പറയുന്നത് ഇത് കണ്ടില്ലേ, 7-ാമത്തെ വാക്യം. ഇതെല്ലാം മലയാളം ട്രാൻസ്ലേഷനിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. 7-ാമത്തെ വാക്യം കണ്ടില്ലേ, അതിന്റെ ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. 7-ാമത്തെ വാക്യത്തിൽ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് ഫോർ ദെയർ ആർ 3 that bear record in heaven. സ്വർഗത്തിൽ 3 കാര്യങ്ങളുണ്ട് കർത്താവിന്റെ ദൈവികത്വത്തെ സാക്ഷ്യം പറയുന്നത്. ഒന്ന്, ദ ഫാദർ, ദ വേർഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ഹോളി ഗോസ്റ്റ്. ആൻഡ് ദീസ് 3 ആർ 1. മനസ്സിലായോ? ഈ 3 കാര്യങ്ങൾ ഒന്നാണെന്നും ഈ 3ഉം സ്വർഗത്തിൽ കർത്താവിന്റെ ആ ദൈവികത്വത്തിന് സാക്ഷ്യം പറയുന്നതാണെന്നും പറയുക. അതിന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ, ആത്മാവും സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ല. ഒറ്റ ലൈനിൽ നിർത്തിയിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്താ? എന്നാൽ ഇതിന്റെ 6-ാമത്തെ വാക്യത്തിലോ 8-ാമത്തെ വാക്യത്തിലോ ഒന്നും ഈ ഭാഗം പറഞ്ഞിട്ടില്ല. അതിനെ ആ വിട്ടുപോയ ഭാഗം ക്ലാരിഫൈ ചെയ്തിട്ടില്ല. എനിവേ, ഞാൻ അതുകൊണ്ടൊരു വലിയ വിഷയം എന്ന് പറയുന്നത് നമുക്ക് ആ ആക്ച്വൽ കണ്ടന്റിന്റെ അർത്ഥം എന്താ മനസ്സിലാകാതെ പോയേക്കുക. ഇവിടെ പറയുന്നത് for there are 3 that bear record in heaven. സ്വർഗത്തിൽ അതിന് സാക്ഷ്യം പറയുന്ന 3 ഉണ്ട്. പിതാവും ദൈവവചനവും ഹോളി സ്പിരിറ്റും ഉണ്ട്. These 3 are 1 എന്ന് പറയുക. അടുത്ത വാക്യം കണ്ടില്ലയോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. ആത്മാവ്, ജലം, രക്തം. ഇത് ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന. And there are 3 that bear witness in earth. ഭൂമിയില് the spirit and the water and the blood. And these 3 agree in 1. ഇവിടെ എല്ലാം പറയുന്നത് ദൈവത്തിന്റെ, യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യങ്ങളൊക്കെ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പിരിറ്റ്, കർത്താവിന്റെ സ്നാനത്തിൽ ആത്മാവ് സാക്ഷ്യം പറയുക. പരിശുദ്ധ ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി കർത്താവിന്റെ മേലെ വന്നിരിക്കുക. ആത്മാവ് സാക്ഷ്യം പറഞ്ഞിരിക്കുക. ജലം, കർത്താവ് വാട്ടർ ബാപ്റ്റിസത്തിൽ കൂടി ഇസ്രായേലിന് തന്നെ വെളിപ്പെടുത്തിയിരിക്കുക. ആ വാട്ടർ ബാപ്റ്റിസത്തിൽ പിതാവായ ദൈവത്തിന്റെ ആശരീരി സ്വർഗത്തിൽ നിന്നുണ്ടാവുക. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. രക്തം എന്ന് പറയുന്നത് കർത്താവിന്റെ ആ യാഗമരണം ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുക. സാക്രിഫിഷ്യൽ ഡെത്ത്, ആ പ്രോപ്പിച്ചിയേഷൻ ഡെത്ത്, വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞിരുന്നതും പ്രവാചകന്മാരിൽ കൂടി എഴുതി കയ്യിൽ തന്നിരിക്കുന്നതുമായ ആ പ്രോപ്പിച്ചിയേഷൻ ഡെത്ത്, അല്ലെങ്കിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടിന്റെ രക്തം ഇവിടെ ലോകത്തിൽ ഒഴുകിയിരിക്കുക. അതാണ് ഈ 3ന്റെ കാര്യം പറയുന്നത്. ആത്മാവ്, ജലം, രക്തം. ഇത് 3ഉം ഒന്നിനെ തന്നെ കാണിക്കുന്നു. ഇതൊന്നും സ്നാനത്തെ കാണിക്കുന്ന കാര്യമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ഡീറ്റി, ദൈവത്വത്തിനെതിരായിട്ടുള്ള ചോദ്യമാണ്. അതിനെ ക്ലാരിഫൈ ചെയ്യാനാണ് യോഹന്നാൻ അത് എഴുതിയിരിക്കുന്നത്. എവിടെയെങ്കിലും ജലം എന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് സ്നാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവിടെ വെള്ളത്തിൽ ഇറങ്ങി സ്നാനം പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനൊരു 2-3 മെയിൻ എക്സാമ്പിളുകളാണ് ഇതിലൂടെ കാണിച്ചത്. ഇവിടെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ ലേഖനങ്ങൾ മുഴുവനും ഹീബ്രു എപ്പിസ്റ്റൽസ് ആണ്. അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലത്തേക്ക് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ജനറൽ എപ്പിസ്റ്റൽസ് എന്നും പറയും. ആ കാലഘട്ടത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. യൂദായുടെ ലേഖനം 1 അധ്യായമേ എഴുതിയിട്ടുള്ളൂ. ആ 1 അധ്യായം എന്ന് പറഞ്ഞാൽ ഒറ്റയാൾ പട്ടാളം മാതിരി അവരോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ലേഖനമാണ്. അത് എഴുതി നിർത്തുമ്പോൾ അതിന്റെ അവസാനം അവരോട് പറയുന്നത് കണ്ടോ, വീഴാതെ വണ്ണം. യൂദാ 1:24.
ഒറ്റ ലേഖനമേ ഉള്ളൂ, ഒറ്റ അധ്യായമേ ഉള്ളൂ. അവിടെ പറയാം വീഴാതെ വണ്ണം. നിങ്ങൾ വീണു പോകല്ല്. വീഴാൻ എളുപ്പമാ, അതുപോലെ ശോധനയുടെ കാലത്താണ് നിങ്ങൾ ആയിരിക്കുന്നത്. എന്നാൽ നമുക്ക് അങ്ങനെ അല്ല. ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വീണു പോകുന്ന കാലത്തില്ല. വൺസ് യു ആർ സേവ്ഡ് യു ആർ ഓൾവേസ് സേവ്ഡ്. കൃപാ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാ. ഇവിടെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കണം. സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ, കാര്യം കർത്താവ് വരാൻ പോവുക, കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് മഹത്വത്തിന്റെ മഹിമയിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ പോവുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് എന്ന് പറഞ്ഞിട്ട് യൂദ ആ ലേഖനം എഴുതി തീർക്കുക. അതിന്റെ അവസാന ഭാഗത്തെ ആ ഒരു എംഫസിസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ എന്ന് പറഞ്ഞ് ആ ഭാഗം പറഞ്ഞു തീർക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് നിന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിൽക്കുവാൻ. ഈ ലേഖനങ്ങളെല്ലാം തന്നെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്ന് നോക്കിയേ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നത് കണ്ടോ? യാക്കോബ് 1:1. ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. ഇതിൽ ഏത് ഗോത്രത്തിൽപ്പെട്ടവരാ നിങ്ങള്? ഇത് അഡ്രസ്സ് ചെയ്തേക്കുന്നുണ്ടോ? യാക്കോബ് 1:1. ആർക്ക് എഴുതിയിരിക്കുന്നു എന്ന് യാക്കോബ് പറഞ്ഞിട്ട് എഴുതിയിരിക്കുക. ചിതറിപ്പാർക്കുന്ന. ആരാ ചിതറിപ്പാർക്കുന്നേ? നിങ്ങൾ ഗൾഫിൽ താമസിക്കുന്നുണ്ടോ, അമേരിക്കയിൽ താമസിക്കുന്നുണ്ടുമായി എഴുതിയേക്കുന്നേ? എന്റെ പൊന്നു സഹോദര, ദൈവം വാഗ്ദത്തം കൊടുത്ത ദേശമുള്ള ജനമായി ഇസ്രായേൽ. അവരുടെ പിതാക്കന്മാർ കൊടുത്ത വാഗ്ദത്തമാണ്. അവിടെ നിന്നും അവർ അന്യദേശത്തെ ചിതറിപ്പാർക്കുക. കാര്യം ദൈവം അവരെ ഓടിച്ചു വിട്ടേക്കുക. മോശയിക പ്രമാണം തെറ്റിച്ചതിനാൽ അവരോട് ചിതറിപ്പാർക്കുന്ന, പരദേശിയായി പാർക്കുന്ന വീട്ടിൽ എന്റെ ചട്ടങ്ങൾ നിന്റെ കീർത്തനമാകണമെന്നൊക്കെ അവരോടായി പറയുന്നത്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ, ഇവരെയാണ് ഡയസ്പോറ ജ്യൂസ് എന്ന് പറയുന്നത്. ഡിസ്പേഴ്സ്ഡ് ആയി പോയ ജൂ, ഡയസ്പോറ ജ്യൂ. അവരോട് പറയുന്ന കാര്യമായത്. ഇവിടെ എല്ലാ എപ്പിസ്റ്റൽസും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഹീബ്രു എപ്പിസ്റ്റൽസ് എന്ന് പറയുന്നത് യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലത്ത് അവരോട് രക്ഷിക്കപ്പെടുവാനായിട്ട് പറയുന്ന ഉപദേശങ്ങളാണ്. ഈ എബ്രായ ലേഖനം 1-ാമത്തെ വാക്യം തുടങ്ങുന്ന തന്നെ അത് പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരോട് അരുളി ചെയ്തതെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗം കണ്ടില്ലയോ? ഒന്ന് കാണിക്കാം. ഇവിടെ കണ്ടില്ലയോ? ദൈവം പണ്ട് ഭാഗമായിട്ടും പണ്ട് മുതലുള്ള കാര്യങ്ങൾ ഇവിടെ റീസ്റ്റോറിങ് ആരംഭിക്കുക. പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. ഈ റാപ്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടും. ദൈവം യഹൂദനോടുള്ള വാഗ്ദത്തം കൈവിട്ടിട്ടില്ല. ദൈവം അവരെ കൈവിട്ടിട്ടില്ല. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. ഇങ്ങനെ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. അവരോട് രക്ഷിക്കപ്പെടുന്ന ആ മാർഗം അവരെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതിന് അവരോട് എഴുതിയിരിക്കുന്ന അവസാനത്തെ 8 ലേഖനങ്ങളായി ഹീബ്രു എപ്പിസ്റ്റൽസ് എന്ന് പറയുന്നത്. അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ സ്നാനം രക്ഷിക്കപ്പെടാനല്ല, പെന്തക്കോസ്ത് കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടാനായിരുന്നു. നിങ്ങളുടെ രക്ഷയ്ക്ക്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിരുന്നു. എന്നാൽ ഇവിടെ സ്നാനം നിങ്ങളുടെ രക്ഷ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളെന്ന് നല്ല മനസാക്ഷിക്കായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളെന്ന് പ്രോക്ലെയിം ചെയ്യുവാൻ, മറ്റുള്ളവരെ കാണിക്കാൻ ആ കാലഘട്ടത്തിലേക്ക് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിർജ്ജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ അവരോട് ഉപദേശിക്കുന്ന എപ്പിസ്റ്റൽസ് ആയിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവിടെ പറഞ്ഞിരിക്കുന്ന സ്നാനം താങ്കൾക്കുള്ളതല്ല. താങ്കൾ ആ സമയത്ത് മരിച്ചു മൺമറഞ്ഞു പോകും. സഭ ഇവിടുന്ന് ചേർക്കപ്പെടും, സ്വർഗത്തിലായിരിക്കും. അതിനുശേഷം വരാൻ പോകുന്ന കാര്യങ്ങൾ എടുത്ത് പഠിച്ചുകൊണ്ടിരുന്നിട്ടും അതെടുത്ത് ഉപദേശം സ്വീകരിച്ചിട്ടും താങ്കൾ കൈവിടപ്പെട്ടു പോകും. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. അനേകായിരങ്ങൾക്ക്, 10,000-ങ്ങൾക്ക് ഈ സത്യം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അനേകായിരങ്ങൾ മഹത്വത്തോടെ ഈ സത്യസുവിശേഷത്തെ ലോകത്തെ അറിയിക്കുവാൻ മുന്നോട്ട് വരട്ടെ. അതിനായിട്ട് നെഞ്ചും നെറ്റിയും കാണിക്കട്ടെ. കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുവാൻ ദൈവം ധൈര്യം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ മഹത്വമുള്ള നാമം മഹിമപ്പെടുമാറാകട്ടെ.